യാ ലോദാത്തോ ജെസു ക്രിസ്തോ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് റോമിലെ പൊന്തിഫിക്കൽ ബസിലിക്കകളിൽ പ്രധാനപ്പെട്ടതിൽ ഒന്നായ ജോവാനി ഇൻ ലാത്തറാനോ എന്ന് പറയുന്ന ബസിലിക്കയുടെ മുൻപിലാണ്. വളരെ മനോഹരവും വളരെ ബൃഹത്വമായിട്ടുള്ള ഈ ഒരു ബസിലിക്കയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദൈവസ്തുതികൾ അർപ്പിക്കുകയാണ്. ഈ ഒരു ബസിലിക്കയുടെ ആ ഒരു പൂമുഖത്തിൽ എഴുതിയിരിക്കുന്ന വലിയ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ക്ലീമൻസ് 12th പോന്തിഫിക്സ് മാക്സിമസ് അന്നോ വർഷം ഞാൻ കാണുന്നില്ല ഇപ്പോൾ. ക്രിസ്തോസ് സാൽവത്തോറി ഇൻ ഒണോറം യോവാനി ബാപ്റ്റിസ്ത എത്ത് ഇവാഞ്ചലിസ്ത. ഈ ഒരു രണ്ട് കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ. ഇൻ ഒണോറം യോവാനി ബാപ്റ്റിസ്റ്റ് എത്ത് ഇവാഞ്ചലിസ്തെ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇത് ജോവാനി ലാറ്ററൻ എന്ന് പറയുന്ന പള്ളിയാണ്. സാധാരണ ഇതിൽ ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് യോഹന്നാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പള്ളി എന്നാണ് സാധാരണ കരുതുക. പക്ഷേ ഈ പള്ളി അങ്ങനെയല്ല. ഇത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്നാപ യോഹന്നാനും അതോടൊപ്പം സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനും രണ്ടുപേർക്കും കൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനോഹരമായൊരു പള്ളിയാണിത്. ഈ പള്ളിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് പള്ളിയിൽ നിന്നുള്ള ചെറിയ വിഷൻസ് കാണിച്ചു തരാം. അല്പം മുമ്പ് നമ്മൾ കണ്ടതുപോലെ തന്നെ 12ാം ക്ലെമൻറ്റ് മാർപ്പാപ്പായുടെ അദ്ദേഹത്തിൻ്റെ പൊന്തിഫിക്കറ്റിൻ്റെ 8ാം വർഷം, അദ്ദേഹം മാർപ്പാപ്പായൻ്റെ 8ാം വർഷമാണ് ഈ ഒരു ബസിലിക്ക ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ ബസിലിക്കകൾക്കെല്ലാം തന്നെ ഒരു പൂമുഖമുണ്ട്. ഇത് ഈ ജോൺ ദ ലാറ്ററൻ ബസിലിക്കയുടെ പൂമുഖമാണ്, പ്രവേശന കവാടമാണ്. നമ്മളിപ്പോൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ വാതിലിൽ കൂടിയാണ്. ഇത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഗോപുരമല്ല, മുകൾ ഭാഗം മച്ച് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കുക. മാർബിൾ കല്ലുകളിൽ തൂണുകളിൽ കൊത്തിയെടുത്ത ശില്പങ്ങളും മനോഹരമായ തൂണുകളും നിറഞ്ഞ അതിമനോഹരമായ ഒരു ബസിലിക്കയാണിത്. ധാരാളം ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും വരുന്ന ഒരു സ്ഥലമാണ്. ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ 12 അപ്പോസ്തലന്മാരുടെ വലിയ ശില്പങ്ങളുണ്ടെന്നുള്ളതാണ്. വിശുദ്ധ സൈമൺ പീറ്റർ പത്രോസ്ലിഹയുടെ രൂപമാണ് നമ്മൾ ആദ്യം കാണുന്നത്. ബർത്തലോമിയോ അപ്പോസ്തലൻ്റെ ഒരു വലിയ മാർബിൾ രൂപമാണ് ഈ കാണുന്നത്. ആ രൂപത്തിൻ്റെ നേരെ മുൻപിലായിട്ട് വലതുവശത്തായിട്ട് മാത്യുവിൻ്റെ വിശുദ്ധ മത്തയോ അപ്പോസ്തലൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് യഥാർത്ഥത്തിൽ സെൻറ്റ് മാത്യുവിൻ്റെ തിരുനാൾ കൂടിയാണല്ലോ. ജേക്കബ് എന്ന് പറയുന്ന 2 അപ്പോസ്തലന്മാരുണ്ടല്ലോ, യാക്കോബും ചെറിയ യാക്കോബ് എന്നറിയപ്പെടുന്ന വിശുദ്ധൻ്റെ അല്ലെങ്കിൽ അപ്പോസ്തലൻ്റെ രൂപമാണിവിടെ. തൊട്ട് മുൻപിലായിട്ട് തന്നെ വിശുദ്ധ ഫിലിപ്പിൻ്റെ തിരുരൂപമുണ്ട് ഇവിടെ. എല്ലാം വലിയ മാർബിൾ രൂപങ്ങളാണിത്. നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ലീഹായുടെ ഒരു വലിയ രൂപമാണ് ഇവിടെ ഉള്ളത്. 12 അപ്പോസ്തലന്മാരുടെയും രൂപങ്ങൾ ഈ ദേവാലയത്തിനകത്തുണ്ട്. തോമസ് ലീഹായുടെ രൂപത്തിന് നേരെ എതിർവശത്തായിട്ട് ജോൺ ദ ഇവാഞ്ചലിസ്റ്റിൻ്റെ വലിയ പ്രതിമയുണ്ട്. നേരത്തെ നമ്മൾ ചെറിയ യാക്കോബിനെ പരിചയപ്പെട്ടെങ്കിൽ വലിയ യാക്കോബ് മയോർ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. ഇതും ഒരു വലിയൊരു രൂപം തന്നെയാണ്. വിശുദ്ധ ആന്ത്രയാസ് സെൻറ്റ് ആൻഡ്രൂ അപ്പോസ്തലൻ്റെ രൂപമാണ് ഈ കാണുന്നത്. നമ്മൾ സാവധാനം അൾത്താരയുടെ അടുത്തേക്ക് വരികയാണ്. വിശുദ്ധന്മാരുടെ അപ്പോസ്തലന്മാരുടെ സ്റ്റാച്യൂസ് ഇതിൻ്റെ 2 ഭാഗത്തുമായിട്ട് തന്നെ ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധ പൗലോസിൻ്റെ ഒരു മനോഹരമായൊരു സ്റ്റാച്ചു ആണ്. ആദ്യം നമ്മൾ കണ്ടത് സൈമണിൻ്റെ ആണെങ്കിൽ ഇത് സെയിൻറ്റ് പീറ്ററിൻ്റെ സ്റ്റാച്ചു ഇവിടെയാണുള്ളത്. തൊട്ട് മുൻപിലായിട്ട് തന്നെയാണുള്ളത്. പേത്രൂസ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സാൻ ജോവാനി ഇൻ ലാത്തറാനോ എന്ന് പറയുന്ന ദേവാലയം വിശുദ്ധ അപ്പോസ്തലനായ യോഹന്നാന് വേണ്ടി മാത്രമല്ല, ജോൺ ദ ബാപ്റ്റിസ്റ്റിന് വേണ്ടി കൂടിയുള്ളതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട അൾത്താരുടെ താഴെയായിട്ട് സ്നാപ യോഹന്നാൻ്റെ മനോഹരമായ ഒരു ശില്പം ഈ ദേവാലയത്തിലുണ്ട്. അൾത്താരയുടെ പിൻഭാഗത്തുള്ള അതിമനോഹരമായ മൊസായിക് വർക്കുകളാണ് നമ്മൾ കാണുന്നത്. അൾത്താരയുടെ അടുത്ത് തന്നെ ഒരു വലിയൊരു അൾത്താരയുടെ മുകളിലായിട്ട് ഒരു വലിയൊരു മനോഹരമായൊരു വർക്കുണ്ട്. മൊത്തത്തിൽ ഈ ദേവാലയം പ്രാചീന കാലത്ത് നിർമ്മിച്ചാണെങ്കിൽ കൂടി വളരെ മനോഹരമായി ഇന്ന് നിലനിൽക്കുന്നു. വളരെ ബ്യൂട്ടിഫുള്ളാണ്. റോമിലെ പ്രധാനപ്പെട്ട 4 പേപ്പൽ ബസിലിക്കകളിലൊന്നാണിത്. എന്തായാലും റോമിലെ മനോഹരമായ സാൻ ജോവാനി ഇൻ ലാത്തറാനോ എന്ന് പറയുന്ന ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രാർത്ഥനാശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.